എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലൈംഗിക കളിപ്പാട്ടങ്ങളും വിവാഹേതര ബന്ധങ്ങളും ഈ വിഷയമാണെന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ഇന്ത്യയിൽ സെക്സ് ടോയ്സ് വിൽപ്പന നിരോധിച്ചിട്ടുണ്ട് എങ്കിലും ഓൺലൈൻ വിൽപ്പന തടസ്സമില്ലാതെ നടക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. സെക്സ് ടോയ്സ് എന്ന പേരിലല്ല പലതും ലഭിക്കുന്നതെന്ന് മാത്രം. സെക്സി വസ്ത്രങ്ങൾ, വൈബ്രേറ്ററുകൾ, ലൂബ്രിക്കന്റുകൾ, ഡിലേ സ്പ്രേകൾ മുതൽ കിടപ്പറയിൽ റോൾ പ്ലേക്കായുള്ള വസ്ത്രങ്ങൾ വരെ ഈ സ്റ്റോറുകളിൽ ലഭിക്കും. 40% ഉപഭോക്താക്കൾ സ്ത്രീകളാണത്രേ. ഒരു ഓൺലൈൻ സ്റ്റോർ നടത്തിയ സർവേയിൽ അഥവാ ബറോഡയിലും പൂനെയിലും തിരുവനന്തപുരത്തുമാണ് കൂടുതൽ സ്ത്രീ ഉപഭോക്താക്കൾ ഉള്ളതെന്ന് കണ്ടിരുന്നു. അപകട സാധ്യതകളില്ലാതെ ലൈംഗിക സുഖം നേടാനാകുമെന്നതാണ് സെക്സ് ടോയ്സുകളിലേക്ക് ആളുകളെ ആകർഷിക്കുക. പക്ഷേ ഇവക്ക് അടിമയായാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠനങ്ങളൊന്നും നടന്നിട്ടില്ല. ഇവ പതിവായി ഉപയോഗിച്ച് പങ്കാളിയിൽ നിന്നും സംതൃപ്തി ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി ആളുകൾ ക്ലിനിക്കുകളിൽ എത്തുന്നുണ്ടെന്നത് ഇക്കാര്യത്തിൽ ഒരു പഠനം ആവശ്യമാണെന്നു തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ലൈംഗിക സംതൃപ്തിയില്ലായ്മ മൂലമുള്ള വിവാഹമോചനങ്ങൾ വർദ്ധിക്കുകയാണെന്ന് കുടുംബ കോടതികളിൽ എത്തുന്ന കേസുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ വംശജയായ ഇറ ത്രിവേദി 2014 എഴുതിയ ഇന്ത്യ ഇൻ ലവ്, മാരേജ് ആൻഡ് സെക്ഷുവാലിറ്റി ഇൻ ദി 21st സെഞ്ചുറി എന്ന പുസ്തകത്തിൽ പറയുന്നത് വിവാഹ കുടുംബ ബന്ധങ്ങൾ ദുർബലമാവുകയാണ് എന്നതാണ്. തങ്ങളുടെ മുൻപിലെത്തുന്ന ദമ്പതികളുടെ എണ്ണം കണക്കിലെടുക്കുമ്പോൾ അധികം വൈകാതെ വിവാഹം എന്ന സമ്പ്രദായം ഒരു പഴങ്കഥയായേക്കുമെന്ന് മനഃശാസ്ത്ര വിദഗ്ധരും പറയുന്നുണ്ട്. ലൈംഗികതയുടെ കാര്യത്തിൽ അണകെട്ടി നിർത്തിയിരുന്നത് പലതും തകർത്തൊഴുകുകയാണിപ്പോൾ. ആൺ പെൺ ഭേദമില്ലാതെ വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നതാണ് മറ്റൊരു മാറ്റം. ഒന്നിലധികം പങ്കാളികൾ ഉണ്ടാകുന്നത് അപൂർവതയല്ലാതായി, പങ്കാളിയുടെ പ്രായം ഒരു വിഷയവും അല്ലാതായി മാറിയിരിക്കുന്നു. വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ച ഒരു പരിധിയൊക്കെ ലൈംഗിക ചിന്തകളെ ഇളക്കി വിടുന്നുണ്ടെന്നും പറയുന്നു. രതി വിവരണങ്ങൾ നിറഞ്ഞ ചിത്രങ്ങളും വീഡിയോകളും മൃദുല വികാരങ്ങളെ ഉണർത്തിവിടുന്നു. കാഴ്ച, കേൾവി, സ്പർശനം, ഗന്ധം എന്നിവയെല്ലാം ലൈംഗിക വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ഒന്നാണ്. അതുപോലെ ലൈംഗികതയിൽ തന്നെ പ്രൊക്രിയേഷൻ അഥവാ പ്രത്യുൽപാദനം മാറി ലൈംഗികത റിക്രിയേഷൻ അഥവാ ആസ്വാദനമായി മാറി. അതോടെ കിടപ്പറയിൽ പുതുമയ്ക്കുള്ള പരീക്ഷണങ്ങളും സാധാരണമായി. പൊസിഷനുകളിൽ വ്യത്യസ്തത തേടുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ലത്. സിനിമകളിൽ കാണുന്നത് പോലെയുള്ള സെക്സിയായ വസ്ത്രങ്ങളും റോൾ പ്ലേകളും ഒക്കെ കിടപ്പറകളിൽ പരീക്ഷിക്കപ്പെടുന്നു. സമയം കൂട്ടിക്കിട്ടാനുള്ള സ്പ്രേകളും ലൂബ്രിക്കേഷൻ മെച്ചപ്പെടുത്തുവാനുമുള്ള ക്രീമുകളും ഒക്കെ ആസ്വാദനത്തിന്റെ തീവ്രത കൂട്ടാനായി ഉപയോഗിച്ചു വരുന്നു. ഓറൽ സെക്സ് കിടപ്പറയിലെ സാധാരണ ലൈംഗിക പ്രവൃത്തിയായി മാറി. ലൈംഗിക വൈകൃതങ്ങളൊന്നും കരുതിയിരുന്നവയെ ഇപ്പോൾ പുതുമയായാണ് പലരും കണക്കാക്കുന്നത്. ലൈംഗികത എന്നത് പലർക്കും ഇന്ന് രഹസ്യമല്ല, അതൊരു വികാരമായി തന്നെ മാറിയിരിക്കുകയാണ്.